सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും എഴുത്തച്ഛൻ്റെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഹരിനാമകീർത്തന പഠനം നമുക്ക് പുനരാരംഭിക്കാം. ഇനി നമ്മൾ 33-ാമത്തെ ശ്ലോകം വരെയാണ്, 33 മുതലാണ് ഇനി കാണേണ്ടത്. 32-ാമത്തെ ശ്ലോകം വരെ നമ്മൾ കണ്ടിരുന്നു. ഇവിടെ ജരാസന്ധൻ്റെ കഥ നമ്മൾ കണ്ടിരുന്നു. ഹഡ്വാങ്കൻ എന്ന രാജാവിൻ്റെ കഥ കണ്ടു. ഇന്ദ്രദുപ്തൻ്റെ ഗജേന്ദ്രമോക്ഷം എന്ന കഥ നമ്മൾ കണ്ടു. ബ്രഹ്മാവിന് പറ്റിയ മായയിൽ പറ്റിപ്പോയ അജ്ഞാനത്തിൻ്റെ കഥ, മോഹത്തിൻ്റെ കഥ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ നിരവധി ഭാഗവത കഥകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മളെ പ്രബുദ്ധരാക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഘർമാതപം കുളിർനിലാവെന്നു തമ്പിയൊടു ചെമ്മേ പറന്നു നിരപത്നിം പിരിഞ്ഞളവ് തന്നെ തിരഞ്ഞു മറുകിച്ചു മൃഗാക്ഷികളെ വൃന്ദാവനത്തിലധ നാരായണായ നമാം എന്നും. അപ്പോൾ അക്ഷരമാലയിലെ ഘ എന്ന ഘടികാരം എന്നതിലെ ഘ എന്ന അക്ഷരം കൊണ്ടാണ് ഇവിടെ ശ്ലോകം എഴുത്തച്ഛൻ സമർപ്പിക്കുന്നത്. അല്ലയോ നാരായണ, അങ്ങയ്ക്കെൻ്റെ നമസ്കാരം. നമുക്കൊന്ന് പാരായണം ചെയ്യാം. ഘർമാതപം കുളിർനിലാവെന്നു തമ്പിയോടു ചെമ്മേ പറഞ്ഞു നിജപത്നിം പിരിഞ്ഞളവു തന്നെ തിരഞ്ഞു മറുകിച്ചു മൃഗാക്ഷികളെ വൃന്ദാവനത്തിലധ നാരായണായ നമം. ധർമാതപ കുളിർനിലാവെന്നു തമ്പിയോടു ചെമ്മേ പറഞ്ഞു നിജപത്നിം പിരിഞ്ഞളവു തന്നെ തിരഞ്ഞു മറുകിച്ചു മൃഗാക്ഷികളെ വൃന്ദാവനത്തിലധ നാരായണായ നമം. ഘർമാതപം ചൂടുവെയിലാണെന്ന്, കുളിർനിലാവെന്നു തണുത്ത നിലാവ് ചന്ദ്രിക, തമ്പിയോട് തമ്പി അനുജനോട് ചെമ്മേ പറഞ്ഞു മടിയാതെ പറഞ്ഞു നിജപത്നിം പിരിഞ്ഞളവ് തൻ്റെ പത്നിയെ പിരിഞ്ഞ സന്ദർഭത്തിൽ തന്നെ തിരഞ്ഞു തന്നെ അന്വേഷിച്ചു നടത്തി ദുഃഖമനുഭവിച്ച് തന്നെ തിരിഞ്ഞു മറുകിച്ചു, അതായത് തന്നെ അന്വേഷിച്ച് നടത്തി ദുഃഖമനുഭവിച്ച് മൃഗാക്ഷികളെ സുന്ദരിമാരായ ഗോപസ്ത്രീകളെ വൃന്ദാവനത്തിൽ പിന്നെ വൃന്ദാവനത്തിൽ വെച്ച് അല്ലയോ നാരായണ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഭഗവാൻ ശ്രീ രാമാവതാരത്തിൽ തൻ്റെ ഭാര്യയുമായി വേർപെട്ട സന്ദർഭത്തിൽ കുളിർനിലാവ് വേനൽ ചൂടാണെന്ന് തൻ്റെ അനുജനോട് പറഞ്ഞു. ഭഗവാൻ കൃഷ്ണാവതാരം എടുത്തപ്പോഴോ, ആ കൃഷ്ണനായി അവതരിച്ചപ്പോൾ സുന്ദരികളായ ഗോപസ്ത്രീകൾ തന്നെ അന്വേഷിച്ചു ദുഃഖം അനുഭവിക്കത്തക്ക വണ്ണം പ്രവർത്തിച്ചു. അപ്പോൾ ഇത് രണ്ടും ഭഗവാന്റെ ലീലകളാണ്. ഭഗവാന്റെ 2 അവതാരങ്ങളിൽ നിന്ന് പരസ്പര വിരുദ്ധങ്ങളായ 2 സന്ദർഭങ്ങൾ ഇവിടെ എഴുത്തച്ഛൻ എന്ന ആചാര്യൻ എടുത്തു കാട്ടുകയാണ്. രാമാവതാരത്തിൽ വനവാസകാലത്ത് രാവണൻ സീതയെ അപഹരിച്ചുകൊണ്ട് പോയപ്പോൾ വളരെ വിരഹത്തിനാൽ വിലപിച്ചിരുന്നു ശ്രീരാമൻ. അത് എഴുത്തച്ഛൻ തൻ്റെ അധ്യാത്മരാമായണത്തിൽ വിവരിക്കുന്നുണ്ട്. പ്രിയ വിരഹ ദുഃഖം ശ്രീരാമാവതാരത്തിൽ അനുഭവിച്ച
ഭഗവാൻ രാമൻ. അതിനുശേഷം ഭഗവാൻ കൃഷ്ണ അവതാരത്തിലെത്തിയപ്പോൾ എന്താ, ഗോപികമാരെ വിരഹ ദുഃഖത്തിൽ പെടുത്തി കരയിക്കുന്നു. ഈ രാസക്രീഡ സന്ദർഭത്തിലൊക്കെ അവരെ ഒരുപാട് ഭഗവാൻ തൻ്റെ മായ കൊണ്ട് പറഞ്ഞ് അവരെ ദുഃഖിപ്പിക്കുന്നുണ്ട്, ഭഗവാനെ അവർക്ക് കാണാൻ പറ്റാതെ. അപ്പം കൃഷ്ണൻ തങ്ങൾക്ക് വശംവദനാണെന്ന് അഭിമാനിച്ചിരുന്ന ഗോപികളുടെ അടുക്കൽ നിന്ന് ഭഗവാൻ അന്തർധാനം ചെയ്തു. വിരഹ വിവശരായി ഭഗവാനെ തേടി കണ്ടെത്താനാകാതെ ഗോപികമാർ വൃക്ഷങ്ങളോളം വല്ലികളോടും പുഷ്പങ്ങളോടും എല്ലാം അന്വേഷിച്ചു വൃന്ദാവനം മുഴുവൻ അലഞ്ഞു നടന്നു എന്നാണ് പറയുന്നത്. ഒടുവിൽ ദുരഭിമാനം നശിച്ചു കൃഷ്ണനെ സ്തുതിക്കുകയാണ് അവർ ചെയ്തത്. അപ്പോൾ ആ സ്തുതി കൊണ്ട് അവരുടെ അഹങ്കാരം നശിച്ച് ആത്മാർത്ഥമായ ഭക്തി ഉണ്ടായപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു, അവരിൽ പ്രത്യക്ഷനായി. ഈ സീതാവിരഹത്തിൽ വിരഹവേദന കൊണ്ട് പ്രാകൃതനെ പോലെ പെരുമാറിയ ഭഗവാൻ തൻ്റെ വിരഹം കൊണ്ട് അതുപോലെയുള്ള വേദന ഗോപികമാർക്കും നൽകി. അതായത് ഏത് ലീല ആടാനും ഭഗവാൻ ഒരു മടിയില്ല അല്ലേ. നമ്മൾ വിചാരിക്കും എന്താണ് സാധാരണ മനുഷ്യനെ പോലെ ഭഗവാൻ രാമാവതാരത്തിൽ കരയുന്നത് എന്ന് അല്ലേ. അതേ ഭഗവാൻ തന്നെ കൃഷ്ണനായി അവതരിച്ചപ്പോൾ തൻ്റെ ഭക്തന്മാരെ കരയിപ്പിക്കുകയും ചെയ്തു. അത് അഹങ്കാരം നശിപ്പിക്കാനായി അല്ലേ. ഏത് ലീലയാടുവാനും ഭഗവാൻ ഒരു മടിയുമില്ല. അയ്യോ നാളെ എന്നെ ആളുകൾ എന്തു പറയും, ഞാൻ കരഞ്ഞവനെന്ന്, എനിക്ക് ശക്തിയില്ലാത്തവനെന്നൊക്കെ ആളുകൾ എന്നെ കളിയാക്കി, അതൊന്നും ഭഗവാനെ സംബന്ധിച്ച് ചിന്തയേയില്ല. ഇങ്ങനെ ലീലകൾ വിചിത്രങ്ങളാണ് എന്നാണ് എഴുത്തച്ഛൻ ഇവിടെ പറയുന്നത്. ഭഗവാന്റെ ഓരോ ലീലകളും വിചിത്രം തന്നെ. നമ്മൾക്ക് മനസ്സിലാകും, നമ്മുടെ ഈ പരിമിതമായ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല ഭഗവാന്റെ ലീലകൾ. അതിലും എത്രയോ ഉയരത്തിലാണ് ഭഗവാൻ. അപ്പോൾ എനിക്ക് അങ്ങയിൽ പരിപൂർണ ഭക്തി നൽകണേ ഭഗവാനെ. ഏത് അവതാരമായാലും ഏത് ലീലയാടിയാലും ഇത് നിൻ്റെ ലീലയാണ്, ഞാൻ വെറും ഈ നാടകം കാണുന്നു എന്ന് മാത്രമേ എൻ്റെ മനസ്സിൽ തോന്നാവുള്ളൂ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. ധർമാതപം കുളിർനിലാവെന്നു തമ്പിയോട് ചെമ്മേ പറഞ്ഞു നിജഭഗ്നിം പിരിഞ്ഞളകു തൻ്റെ തിരഞ്ഞു മറുകിച്ചു മൃഗാക്ഷികളെ വൃന്ദാവനത്തിലധ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 34-ാമത്തെ ശ്ലോകം. നാനം കണക്കയുടനഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തിയൊരു നക്തഞ്ചരിക്കു ബധ കൊന്നോരു ദാസിയെ മനോജ്ഞാംഗിയാക്കിയതു ഒന്നല്ലയാളു ഹരി നാരായണായ നമ. ങ എന്ന അക്ഷരം എന്ന് തുടങ്ങുകയാണിത്. നകാരം പോലെയുള്ള 5 അക്ഷരങ്ങളെ ഇവിടെ പറയുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. ജ്ഞാനം കണക്കയുടനഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തിയൊരു നക്തഞ്ചരിക്കുബധ കൊന്നോരു ദാസിയെ മനോജ്ഞാംഗിയാക്കിയതു മെന്നല്ലയാളു ഹരി നാരായണായ നമ. ആനം കണക്കയുടനഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തിയൊരു നക്തഞ്ചരിക്കുബധം കൊന്നോരു ദാസിയെ മനോജ്ഞാംഗിയാക്കിയതും എന്നല്ലയാളു ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ. ജ്ഞാനം കണക്ക് ഉടൻ 5 അക്ഷരങ്ങളുടെ
ങകാരം പോലെയുള്ള 5 അക്ഷരങ്ങളുടെ ങ ஞ ണ ന മ എന്ന 5 അക്ഷരങ്ങളുടെ ഊനം വരുത്തിയത്, കുറവ് വരുത്തി, ഉച്ചരിക്കാൻ വയ്യാതായി. നക്തഞ്ചരിക്കു ബധ, ഒരു രാക്ഷസിക്കു, ബധ ആശ്ചര്യം, കുന്നോരു ദാസിയെ, കൂനിയായ ദാസിയെ, മനോജ്ഞാംഗിയാക്കിയതു, മനോഹരമായ അംഗങ്ങൾ ഉള്ളവളാക്കി തീർത്തു. ഒന്നല്ലേ ആള്, ഒരാൾ തന്നെയല്ലേ. ഹരിനാരായണായ നമ എന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഭഗവാന്റെ ഓരോ ലീലകളും ഇവിടെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ എഴുത്തച്ഛൻ ഉദ്ദേശിക്കുന്നതെന്ന്. തന്നെ കാമിച്ച നക്തഞ്ചരിയായ ശൂർപ്പണഖയുടെ, ഇവിടെ നക്തഞ്ചരിയ രാക്ഷസി എന്നാണ് നക്തഞ്ചരി എന്ന വാക്കിൻ്റെ അർത്ഥം. നക്തഞ്ചരി ശൂർപ്പണഖയാണ് ഇവിടെ എഴുത്തച്ഛൻ ഉദ്ദേശിക്കുന്നത്. ആ ശൂർപ്പണഖയുടെ മൂക്കുമുറിച്ച് അവൾക്ക് അനുനാസിക ശബ്ദങ്ങൾ ഉച്ചരിക്കാൻ കഴിയാതെ ആൾ തന്നെ കൂനിയായ ദാസിയെ മനോജ്ഞാംഗിയാക്കി മാറ്റി. ആശ്ചര്യം തന്നെ. ഇപ്പോൾ ഭഗവാന്റെ ലീലകൾ ഇവിടെ പറയുകയാണ്. നമ്മൾക്ക് ഈ ലീലകൾ പ്രത്യക്ഷമായി തോന്നുന്ന പൊരുത്തക്കേട് മറ്റൊന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. രാമാവതാരത്തിൽ വനവാസകാലത്ത് ശൂർപ്പണഖ ശ്രീരാമനോട് പ്രണയാഭ്യർത്ഥന നടത്തി എന്നാണ് രാമായണം പറയുന്നത്. കാമരൂപിണിയായ ശൂർപ്പണഖ അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപത്തിലാണ് രാമനെ സമീപിച്ചത്. ഭഗവാൻ രാമൻ അവളെ ലക്ഷ്മണൻ്റെ അടുക്കലേക്ക് അയച്ചു. ലക്ഷ്മണനും അവളെ സ്വീകരിച്ചില്ല. ശൂർപ്പണഖ കോപിച്ച് തൻ്റെ രാക്ഷസീയ സ്വരൂപം സ്വീകരിച്ചു. അല്ലേ, ഭഗവാൻ ഏകപത്നി വ്രതമായിരുന്നു. അല്ലേ, ഭഗവാനും തൻ്റെ അനുജനും, അല്ലേ, രാമലക്ഷ്മണന്മാർ ആ വനവാസ കാലഘട്ടം മുഴുവൻ, അല്ലേ, തൻ്റെ ആ അവതാര കാലഘട്ടം മുഴുവനും, അല്ലേ, പല പല പ്രയാസങ്ങളും പല പല മോഹിപ്പിക്കുന്ന രീതിയിലുള്ള സ്ത്രീകൾ അവതരിച്ചെങ്കിലും ഭഗവാനെ അതൊന്നും വീഴ്ത്താൻ സാധിച്ചിട്ടില്ല. അല്ലേ, ആ മര്യാദാ പുരുഷോത്തമൻ എന്ന അവതാരം തന്നെയായിരുന്നു ഭഗവാൻ രാമൻ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ കണ്ടത് രാമായണത്തിൽ. അങ്ങനെ ഈ ശൂർപ്പണഖ കോപിച്ച് തൻ്റെ രാക്ഷസീ രൂപം സ്വീകരിച്ചു സീതയെ ആക്രമിക്കാൻ തുനിഞ്ഞു. ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ മൂക്കരിഞ്ഞു കളഞ്ഞു എന്ന സംഭവമാണ് രാവണനെ സീതാപഹരണത്തിന് പ്രേരിപ്പിച്ചത്. അതു രാവണൻ്റെ നാശത്തിന് വഴിയൊരുക്കിയ കഥ നമുക്കറിയാം. അപ്പോൾ ഈ മൂക്കു മുറിഞ്ഞ ശൂർപ്പണയ്ക്ക് അനുനാസിക അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ കഴിയാതെയായി. സംസ്കൃതത്തിൽ കകാരം ചകാരം എന്നിങ്ങനെ അക്ഷരം എന്നു സൂചിപ്പിക്കാൻ കാരം എന്നു ചേർക്കുന്നത് പോലെ പഴയ മലയാളത്തിലും തമിഴിലും അന്നം എന്നു ചേർക്കുന്നു. ങ എന്ന അക്ഷരം എന്നു കാണിക്കാനാണ് ജ്ഞാനം എന്ന പ്രയോഗം. വർഗപഞ്ചമങ്ങളായ അനുനാസികൾ 5 എണ്ണമുണ്ട്. അതായത് ങ ஞ ണ ന മ. മൂക്ക് പോയപ്പോൾ ശൂർപ്പണയ്ക്ക് എന്ത് സംഭവിച്ചു? ഇവ 5ഉം ഉച്ചരിക്കാൻ കഴിയാതെ ആയി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ 5 അക്ഷരങ്ങളും ഉച്ചരിക്കാൻ കഴിയാതെ എന്ന് സൂചിപ്പിക്കാൻ 5 അക്ഷരങ്ങൾക്കും ഊനം വരുത്തി എന്ന പ്രയോഗം. അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ സംഗീതാത്മകമായി കൂടുതലുള്ള വ്യഞ്ജനങ്ങളാണ് അനുനാസികകൾ. അനുനാസികൾക്കു ചേർന്ന പദങ്ങൾ കേൾക്കാൻ ഇമ്പമുള്ളവയാണ്. ഈ അനുനാസികകൾ ശൂർപ്പണഖയ്ക്ക് ചൊല്ലുവാൻ പറ്റാതെയായി. ശ്രീരാമൻ്റെ സൗന്ദര്യ വീരവാദികളിൽ ആകൃഷ്ടരായി കാമാർത്തിയോടുകൂടി അദ്ദേഹത്തിനെ സമീപിച്ച ശൂർപ്പണഖയ്ക്കും തൻ്റെ അവയവങ്ങളിൽ ബാഹ്യ സൗന്ദര്യത്തിന് അത്യാവശ്യമായി വന്ന അവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ശബ്ദ സൗന്ദര്യത്തിന് ആവശ്യം വേണ്ട 5 ശബ്ദങ്ങളും ഉച്ചരിക്കാൻ പറ്റാതായിപ്പോയി. അതായത് ഈ ങ ஞ ണ ന മ എന്നുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ പറ്റാതായിപ്പോയി. ആർക്ക്? ശൂർപ്പണഖയ്ക്ക്. അപ്പോൾ
എന്തു സംഭവിച്ചു? ശബ്ദ സൗന്ദര്യത്തിൻ്റെ ആവശ്യം വേണ്ട 5 അക്ഷരങ്ങളും ഉച്ചരിക്കാൻ പറ്റാതെ ഈ മൂക്കു മുറിച്ച ലക്ഷ്മണനാണെങ്കിൽ എന്ത് ചെയ്തു? രാമൻ ചെയ്തു എന്ന മട്ടിൽ ആചാര്യൻ ഇവിടെ വിവരിക്കുകയാണ് ചെയ്തത്. ശരിക്കും ലക്ഷ്മണനാണ് ശൂർപ്പണഖയുടെ അവയവങ്ങൾ മുറിച്ചത്. പക്ഷേ രാമനോടായിരുന്നു പ്രതികാരം മുഴുവൻ. മറിച്ച് ഈ അടുത്ത കഥ പറയുന്നത് അതിവക്രരായ കുബ്ജയുടെ കാര്യത്തിൽ ഭഗവാൻ കൃഷ്ണാവതാരത്തിൽ സ്വീകരിച്ച കഥയാണ് അടുത്ത വരികളിൽ പറയുന്നത്. കംസൻ നടത്തിയ ധനുരാഗ്യത്തിൽ പങ്കെടുക്കുവാൻ ബലരാമനും ഭഗവാൻ കൃഷ്ണനും മധുരയിലെത്തി. മധുരയിലെ രാജവീതിയിൽ വെച്ച് കൂനിയായ ഒരു ദാസി ഒരു പാത്രത്തിൽ കുറിക്കൂട്ടുമായി പോകുന്നത് കാണാനിടയായി. കംസന് വേണ്ടി കുറിക്കൂട്ടുണ്ടാക്കുന്ന ദാസിയായിരുന്നു അവൾ. അവളോട് തങ്ങൾക്ക് അണിഞ്ഞൊരുങ്ങുവാൻ കുറിക്കൂട്ട് തരാമോ എന്ന് ഭഗവാൻ കൃഷ്ണൻ ചോദിച്ചു. ഇതൊക്കെ ഭഗവാന്റെ ലീലകളല്ലാതെ എന്തു പറയാനായിട്ടാണ്? അങ്ങനെ ഒരു സന്ദർഭം ഭഗവാൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അവൾ എന്തു ചെയ്തു? സന്തോഷപൂർവ്വം കുറിക്കൂട്ട് പാത്രത്തോടെ ഭഗവാന് സമർപ്പിച്ചു. ഈ അംഗരാഗം ധരിച്ച് സന്തുഷ്ടനായ ഭഗവാൻ കൃഷ്ണൻ അവളുടെ കൂരു നിവൃത്തി ആ അംഗവൈകല്യം മാറ്റിക്കൊടുത്തു. ഭഗവാന്റെ കരസ്പർശമേറ്റതോടെ അവൾ പരമസുന്ദരിയായി മാറി. പിന്നീട് അവളെ പത്നിയായി ഭഗവാൻ തൻ്റെ ഭക്തയായി സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്. അവളിൽ ഉപശ്ലോകൻ എന്നൊരു പുത്രനും ഭഗവാന് ജനിച്ചു എന്ന് പറയുന്നു. ഈ 2 സ്ത്രീകളോടും, അതായത് രാമാവതാരത്തിൽ ഭഗവാൻ ശൂർപ്പണഖയോട് ചെയ്തതും കൃഷ്ണാവതാരത്തിൽ കുബ്ജയോട് ചെയ്തതും അല്ലേ, ഈ 2 സ്ത്രീകളോടും 2 തരത്തിൽ ഭഗവാൻ പെരുമാറിയതെന്ന് ചിന്തിച്ച് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് എഴുത്തച്ഛൻ നമ്മളോട് പറയുകയാണ്. ആചാര്യസ്വാമികൾ പറയുന്നു, നമ്മൾ ഈ കഥയുടെ പുറകെ പോവണ്ട അല്ലേ. പല അവതാരത്തിലെ പല സന്ദർഭങ്ങളും ഭഗവാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമുക്ക് വിരോധാഭാസം തോന്നാം. നമ്മൾ അതിൻ്റെ പുറകെ പോകണ്ട. ശൂർപ്പണഖയ്ക്ക് എന്താണോ വേണ്ടത് അത് ഭഗവാൻ അപ്പോൾ കൊടുത്തു. കുബ്ജയ്ക്ക് എന്താണോ വേണ്ടത് അത് അവരുടെ പുണ്യം കൊണ്ട് ഭഗവാന്റെ കരസ്പർശമേൽക്കുവാൻ ആ സാധു സ്ത്രീക്ക് സാധിച്ചു. അങ്ങനെ സാമീപ്യമുക്തി ഭഗവാൻ അവർക്ക് നൽകുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വൈരികൾ, നമ്മൾക്ക് ഈ വിരോധം തോന്നിയാലും നമ്മൾ അതിൻ്റെ പുറകെ പോകരുത്. ഭഗവാന്റെ ലീലകൾ നമ്മളുടെ ബുദ്ധിക്ക് അളക്കാൻ പറ്റുന്നതല്ല, അവർണ്ണനീയമാണ് അത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ലീലകളും ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ കണ്ണു തുറപ്പിക്കുകയാണ് ചെയ്യുക. ഞാൻ ശൂർപ്പണഖയെ പോലെ ആകരുത്, അഹങ്കാരിയായ എനിക്ക് ഭഗവാൻ തക്ക സമയത്ത് എൻ്റെ എല്ലാ അഹങ്കാരത്തിനെയും നശിപ്പിക്കും എന്ന ബോധ്യം. ഞാൻ പരമഭക്തയാണ്. ഭഗവാൻ എന്നോട് എന്താവശ്യപ്പെട്ടാലും എനിക്ക് ഭഗവാനെ സമർപ്പിക്കുവാനുള്ള പരാഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ എന്നെ, ഞാൻ എത്ര സൗന്ദര്യമില്ലാത്തവളാണ്, എത്ര ബുദ്ധിയില്ലാത്തവളാണെങ്കിലും അല്ലേ ബുദ്ധിയില്ലാത്തവനാണെങ്കിലും, സ്ത്രീയോ പുരുഷനോ എന്നുള്ള ഭേദമില്ല ഇവിടെ, എങ്ങനെയുള്ള ആളാണെങ്കിലും ഭഗവാൻ എന്നെ രക്ഷിക്കും. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭക്തിയാണ്, ഭഗവാനിലുള്ള ശരണാഗതിയാണ് അല്ലേ. കംസന് കൊണ്ടുപോയ കുറിക്കൂട്ടായിരുന്നു, സൗന്ദര്യവർദ്ധക വസ്തുക്കളായിരുന്നു അല്ലേ. അപ്പോൾ ഈ രാജാവിനെ മറന്ന് അല്ലേ, ഭഗവാൻ അവിടെ അതിഥിയായി വന്നതാണ് ആ മധുരയിൽ. ആ ഭഗവാനെ കണ്ടപ്പോൾ എല്ലാം മറന്ന ആ ദാസി, അതാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മൾ മറ്റാരെയുമല്ല സേവിക്കേണ്ടത്, സാക്ഷാൽ ജഗന്നാഥനായ ഈശ്വരനെയാണ് സേവിക്കേണ്ടത് എന്ന് കുബ്ജ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു അല്ലേ. ആ 3 വളവുകളോടെയുള്ള സ്ത്രീയായിരുന്നു കുബ്ജ. ത്രിവക്ര എന്നാണ് പറയുന്നത്. ആ വളവുകളൊക്കെ ഭഗവാൻ നീക്കിക്കൊടുത്തു അല്ലേ. നമുക്ക് 1000 വളവുകളുണ്ട് അല്ലേ, നമുക്ക് അതിൽ കൂടുതൽ അഹങ്കാരവുമുണ്ട്. ഭഗവാനെ അതുപോലെ എനിക്കും പരാഭക്തി തന്നെ കുബ്ജയെപ്പോലെ എന്നെയും രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ മനോഭാവം എന്ന് ആചാര്യൻ നമുക്ക് പറഞ്ഞു തരികയാണ് ഈ ശ്ലോകത്തിലൂടെ.
നമുക്ക് ഇന്ന് പഠിച്ച 2 ശ്ലോകങ്ങളും ഒരുമിച്ച് പാരായണം ചെയ്യാം. ബാക്കി ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത ക്ലാസ്സിൽ കാണാം. ഹർമാധവം കുളിർനിലാവെന്നു തമ്പിയോടു ചെമ്മേ പറഞ്ഞു നിജഭക്തിം പിരിഞ്ഞളവു തന്നെ തിരഞ്ഞു മറുകിച്ചു മൃഗാക്ഷികളെ വൃന്ദാവനത്തിലധ നാരായണായ നമഃ. ജ്ഞാനം കണക്കയുടനഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തിയൊരു നക്തഞ്ചരിക്കുബധ കുന്നൂരു ദാസിയെ മനോജ്ഞാംഗിയാക്കിയതു എല്ലാമെലായളു നാരായണായ നമഃ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.